ആൾക്കാർ സ്വർണമോ വെള്ളിയോ പുതുപാത്രങ്ങളോ ലോഹങ്ങളോ വാങ്ങുന്ന വീടുകളിൽ ദീർഘായുസിനായി യമദീപം തെളിയിക്കുന്ന ധൻതേരാസ് അഥവാ ധനത്രയോദശിയുടെ പിന്നിലുള്ള കഥകൾ ഇങ്ങനെയൊക്കെയാണ്. പാലാഴി മദനത്തിൽ നിന്നും ലക്ഷ്മി ദേവി സഹിതം വേറെ 13 കാര്യങ്ങൾക്കൊപ്പം അമൃത കുംഭവുമായി ഉയർന്നു വന്നത് വൈദ്യദേവൻ കൂടിയായ ധന്വന്തരിയാണ്. അങ്ങനെ ധന്വന്തരി ജയന്തിയായ ഈ ദിവസം വീടുകളും മനസ്സുകളും ശുദ്ധമാക്കി പ്രാർത്ഥിച്ചാൽ കുടുംബത്തിലെ ആരോഗ്യത്തിനും സമൃദ്ധിക്കും നല്ലതാണ് എന്ന വിശ്വാസമാണ്. ഹിമരാജാവിന്റെ മകൻ കല്യാണം കഴിഞ്ഞ 4-ാം ദിവസം സർപ്പദംശനമേറ്റ് മരിക്കും എന്ന വിധി അതിജീവിക്കുവാനായി ബുദ്ധിശാലിയായ ആ നവവധു ആ ദിവസം കൊട്ടാരം മുഴുവൻ ദീപങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും ഉള്ള ആഭരണങ്ങളെല്ലാം നിരത്തി വെക്കുകയും ചെയ്തു. ആ രാത്രി മുഴുവൻ രാജകുമാരൻ ഉറങ്ങാതിരിക്കുവാനായി രാജകുമാരി നല്ല കഥകൾ പറയുകയും പാട്ടുകൾ പാടുകയും ഒക്കെ ചെയ്തു. സർപ്പമായി വന്ന യമദേവൻ ദീപങ്ങൾ കണ്ട് അന്ധാളിച്ച് ആ കഥകൾ കേട്ട് മതിമയങ്ങിയിരുന്നു. കുമാരന്റെ ജീവൻ എടുക്കേണ്ട സമയം കഴിഞ്ഞു പോയതുകൊണ്ട് പിറ്റേ ദിവസം യമദേവൻ മടങ്ങി. അതാണ് യമദീപം തെളിയിക്കുന്നതിന്റെ പിന്നിലുള്ള കഥ. അങ്ങനെ 5 ദിവസം പല ആഘോഷങ്ങളുമായി നീണ്ടു നിൽക്കുന്ന മറ്റൊരു ദീപാവലി വേളയും കൂടിയാണ്. എല്ലാവർക്കും ദീപാവലി ആശംസകൾ.